ഇംഗ്ലണ്ടിനെക്കുറിച്ച് നമ്മൾ ഇംഗ്ലണ്ടിനെ ഫുട്ബോളിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ കൗതുകകരമായുള്ള വിചിത്രമായൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് ഏത് രാജ്യത്താണെങ്കിലും ഫുട്ബോൾ, പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ ഫുട്ബോൾ എന്നല്ല, ഇൻ്റർനാഷണൽ എനി സ്പോർട്ടിംഗ് ഇവൻറ്റ്, അത് ആ രാജ്യത്തിൻ്റെ നാഷണൽ ഐഡൻറ്റിറ്റിയെ സിമെൻറ്റ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. പക്ഷേ ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ യു കെയിൽ ഇൻ്റർനാഷണൽ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അവരുടെ നാഷണൽ ഐഡൻറ്റിറ്റിയെ അതിഭയങ്കരമായി കൺഫ്യൂസ് ചെയ്യിക്കുന്നൊരു സംഗതിയാണെന്നുള്ളതാണ്. കാരണം ദർ ഇസ് നോട്ട് എസ് യൂണിഫൈഡ് എന്താണ് ബ്രിട്ടീഷ് ടീം ഇല്ല. യു കെ ടീം എന്ന് പറഞ്ഞൊരു സംഭവമില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ബ്രിട്ടീഷ് ഒരു ഇംഗ്ലണ്ടുകാരൻ അല്ലെങ്കിൽ അയാൾ എന്താണ് ഒരു യു കെ സിറ്റിസൺ എന്നാണ് നമ്മൾ പറയുക. പക്ഷേ അയാൾ ഫിഫ ഫുട്ബോളിൽ അയാൾ എന്താണ് പൊസിഷൻ എടുക്കുക? അയാൾക്ക് യു കെ ടീമില്ല. അയാൾക്ക് ഇംഗ്ലണ്ട് ടീമും സ്കോട്ട്ലൻഡ് ടീമും വെയിൽസ് ടീമും നോർത്ത് അയർലൻഡ് ടീമേ ഉള്ളൂ. ഹോം നാഷണൽ. യു കെ എന്ന് പറയുന്നത് മൾട്ടി നാഷണൽ നാഷനാണ്. അങ്ങനെ ഒരു രാജ്യം ലോകത്തുണ്ടാവില്ല, ഒരു മൾട്ടി നാഷണൽ നാഷൻ എന്ന് പറയാവുന്ന. അപ്പോൾ ഇവർക്കെല്ലാവർക്കും ഇൻഡിവിജ്വൽ ഫുട്ബോൾ ക്ലബ്ബുകളാണ്. ഓരോ ഇൻഡിവിജ്വൽ ഹോം നാഷൻ എന്നാണ് അവരുടെ ഭാഷയിൽ പറയുക. ഈ ഓരോ ഹോം നാഷനും ഫിഫയിൽ മെമ്പർഷിപ്പ് ഉണ്ട്. അവരെല്ലാവരും മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ 17 തവണയാണ് ഇംഗ്ലണ്ട് മത്സരിച്ചത്. സ്കോട്ട്ലൻഡ് 5 തവണ അവർ മത്സരിച്ചു. 2 തവണ വെയിൽസ് മത്സരിച്ചു. നോർത്തേൺ അയർലൻഡ് മത്സരിച്ചു 1-2 തവണ. അതിൽ ഗ്രൂപ്പ് ലെവലും വെയിൽസ് സെമി ക്വാർട്ടറിലെത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് ലെവൽ വിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ 60-ലാണെന്ന് ഇംഗ്ലണ്ട് കപ്പ് നേടുകയും ചെയ്തിട്ടുണ്ട്. അവരാകെ എനിക്ക് തോന്നുന്നു 4-5 തവണയാണ് അവർ ഇൻ്റർനാഷണൽ ഫിഫ വേൾഡ് കപ്പിൽ ഇല്ലാതിരുന്നിട്ടുള്ളൂ.